ഇന്ന് നമ്മള് ഇത് കണ്ടപ്പോ എന്താന്ന് എല്ലാവർക്കും പിടി കിട്ടിയല്ലോ. പ്രോൺസ് ദേ മുഴുപ്പൊന്ന് കാണിക്കാം. പ്രോൺസ് വലിയ പ്രോൺസ് ആണ്. ആ പ്രോൺസ് ക്ലീൻ ചെയ്തെടുത്ത് വൃത്തിയാക്കി വെച്ചിരിക്കുന്നതാണ്. അതുകൊണ്ടൊരു വെറൈറ്റി ഡിഷാണ് തയ്യാറാക്കണം. പ്രോൺസിന്റെ ഒരുപാട് ഐറ്റം നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇപ്പൊ ഇത് ചെയ്യുന്നത് പല പേരുകളിൽ പറയാം. ചില്ലി പ്രോൺസ് എന്നോ പ്രോൺസ് 65 എന്നോ എന്തെങ്കിലുമൊക്കെ അറിയപ്പെടും. അല്ലെങ്കിൽ സ്പെഷ്യൽ പ്രോൺസ് ഫ്രൈ എന്നൊക്കെ പറയാം. അപ്പൊ അതിനുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാന്ന് പറയാം. ഇത് ഭയങ്കര അതെ, അതായത് അളവ് അവനവന്റെ പാകത്തിന് ചേർക്കാം. കുറച്ച് കുരുമുളക് ചതച്ചെടുത്തോ. നമ്മൾ ചതച്ചാട്ടോ എടുക്കണം, കാരണം നമുക്ക് കുരുമുളക് ഉള്ളതുകൊണ്ട് അന്നേരം ചതച്ചെടുക്കുക. പിന്നെ കുറച്ച് വെളുത്തുള്ളി, 2-3 ദള ആട്ടോ വെളുത്തുള്ളി ഉള്ളൂ, അത് ചതച്ചത്. ഒരു വലിയ പീസ് ഇഞ്ചി, പിന്നെ എരിവും മുളക് പൊടി ഇതേ ഈ സ്പൂണിനെ വടിച്ച്, പിന്നെ ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടി, പിന്നെ ദേ ഈ സ്പൂണിന് കൂമ്പന് കോൺഫ്ലവർ സ്പൂൺ കാണിച്ചതാ. പിന്നെ ഇതിന് വടിച്ച് വറുത്ത പുട്ടുപൊടി, പൊടിയാ, അതാ മൈദയല്ല ഞാൻ ചേർത്തേക്കണം കേട്ടോ, പൊടിയാ ചേർത്തേക്കണം, അരിപ്പൊടിയാ ചേർത്തേക്കണം, പുട്ടുപൊടിയാണ്. ഇനിയിപ്പോൾ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിങ്ങനെ നീക്കി വെക്കാം അമ്മ. എന്നിട്ട് ഇതെല്ലാം കൂടെ മിക്സ് ചെയ്യണം, ഇതിലേക്ക് മിക്സ് ചെയ്യണം. ആദ്യം നമുക്ക് ഫസ്റ്റ് ഉപ്പ് ചേർക്കാം, നമുക്ക് ചേർക്കാം കേട്ടോ ഉപ്പ്. ഇനിയിപ്പോ ഇന്ന ഇൻഗ്രീഡിയൻസ് ഒന്നുമില്ല, ഓരോന്നും അങ്ങ് ഇട്ട് കൊടുക്കുക, എല്ലാം ചേർക്കേണ്ടതാണല്ലോ. അതെ, പൊടികൾ ചേർത്തു. ഇനി ഒരു മെയിൻ താരം വേറെ ചേർക്കാനുണ്ട്. ഇത് കൈ ക്ലീൻ ചെയ്തെടുത്തേച്ച് ആദ്യം ഇതൊന്ന് മിക്സ് ചെയ്യുക. അതെ, കറക്റ്റാ അല്ലേ? പൊടികളൊക്കെ കറക്റ്റാ. ഞാനൊരു ഉദ്ദേശം ഇതിന് പറ്റിയ ഒരളവിലങ്ങ് എടുത്തു വെച്ചെന്നുള്ളൂ. ഞാൻ പറഞ്ഞില്ലേ, അത് നമുക്ക് അറിയാലോ എന്തോരം സാധനം എന്തോരം ഉണ്ടെന്ന് വെച്ചാൽ അതിനനുസരിച്ച് അങ്ങ് ചേർക്കുക, അത്ര കൃത്യ അളവൊന്നുമില്ല. നമുക്ക് ഇതിലേക്ക് ഒരു മുട്ട പൊട്ടിച്ച് ചേർക്കണം. ഞാനൊന്ന് കത്തിയെടുത്തോട്ടെ. അത് ഇതിൽ പെരണ്ട് വറുത്തെടുക്കാനാണ് നമുക്ക്, അതിന് വേണ്ടി അതെ. ഇളക്കണം. ഇത് ഫോർക്കൊണ്ട് മുട്ട ആദ്യം ഒന്ന് ഇത് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് കൈകൊണ്ട് മിക്സ് ആക്കിയാലേ മിക്സ് ആകുള്ളൂ. വിസ്കും സ്പൂണും ഒന്നും എടുത്തു കഴിഞ്ഞാൽ ചെമ്മീൻ ഇങ്ങനെ ഉടഞ്ഞു പോകും. അപ്പം കൈകൊണ്ട് തന്നെ അത് മിക്സ് ചെയ്യണം കേട്ടോ. കൈ ക്ലീൻ ചെയ്തേച്ചാണ് മിക്സ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം അങ്ങനെ മിക്സ് ചെയ്ത് ഇതെല്ലാം പിടിച്ചിരിക്കാനായിട്ടൊരു 10-20 മിനിറ്റ് ഇവിടെ ഇത് ജോയിൻ ആവാനായിട്ട് വെച്ചേക്കണം. അതിന് ശേഷമാണ് നമ്മൾ എണ്ണയിൽ വറുത്തെടുക്കണം. അപ്പം ഇത് ഇവിടെ ഇരുന്നൊന്ന് ഇതിലേക്കൊക്കെ പിടിക്കട്ടെ കേട്ടോ. എന്നിട്ട് നമുക്ക് വറുത്ത് പോരിട്ട് പിന്നെ വലിയ പരിപാടിയൊന്നുമില്ല. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എഗ് 65ഉം പ്രോൺസിൻ്റെ ഈ 65 എന്ന് പറയുന്ന ഈ ഐറ്റം ഒക്കെ നമുക്ക് എന്തെങ്കിലും ഒരു പാർട്ടിക്കൊക്കെ സ്റ്റാർട്ടറായിട്ട് കൊടുക്കാൻ നല്ലതാണ്. ഈവൻ വെറുതെ കഴിക്കാനും നല്ലതാണ് അല്ലേ? നല്ലതാണ്. അപ്പം ഇനി അത് മൂടി അവിടെ ഇരിക്കട്ടെ കേട്ടോ. നമുക്കൊരു അരമണിക്കൂർ കഴിഞ്ഞിട്ട് വറക്കാം. നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചെമ്മീൻ ഇപ്പോൾ ഒരു അരമണിക്കൂറോളായി, 25 മിനിറ്റ് ആയി കേട്ടോ. അപ്പം ഇനി നമുക്ക് ഗ്യാസ് ഓൺ ചെയ്ത് ഇത് വറുത്തെടുക്കാം. ഇത് വറക്കൽ പരിപാടികളേ ഉള്ളൂ. ഇതിപ്പം നമുക്ക് തവയൊന്ന് ചൂടായി, ഓയിൽ ചൂടായി വരുന്നത് വരെയും ഫുൾ ഫ്ലെയിമിൽ കിടക്കട്ടെ. എന്നിട്ട് നമുക്ക് ഓയിൽ ഒഴിക്കാം. എന്നിട്ട് നമുക്ക് മീഡിയത്തിലേക്ക് മാറ്റണം, അല്ലെങ്കിൽ വേവൂല, കടുകടുന്നായി പോകും കേട്ടോ. മീഡിയത്തിൽ കിടന്ന് വേവണം. ഇത് നമ്മൾ ഉപയോഗിക്കുന്നത് വെളിച്ചെണ്ണയല്ല ഇതിന് യൂസ് ചെയ്യണത്, കാരണം ഇതൊരു ഇംഗ്ലീഷ് ഡിഷ് പോലെയാണല്ലോ. അതുകൊണ്ട് നമ്മൾ സൺഫ്ലവർ ഓയിലാട്ടോ നമ്മൾ യൂസ് ചെയ്യണത്. അങ്ങനെയുള്ള ഏതെങ്കിലും ഓയിൽ യൂസ് ചെയ്യാം, നമ്മൾ സൺഫ്ലവറാന്ന് മാത്രം. ഇത് ചൂടായിട്ട് ഇതിലേക്ക് ചെമ്മീൻ ഇട്ട് കൊടുക്കാം. നമ്മൾ തവയിലേക്ക് വെച്ച് കൊടുക്കുകയാണ്. ഒറ്റയടിക്ക് വറക്കാം. മസാല ഉണ്ടായിരുന്നു, അത് ഞാൻ ഇതിലേക്ക് മീതേക്ക് അങ്ങ് ഒഴിച്ചേക്കാം. അത് കോട്ടിങ്ങാ, ബാക്കി വെച്ച് നമ്മൾ കളയേണ്ട ആവശ്യമില്ല. മസാലയല്ലേ, മുട്ടയൊക്കെ ചേർന്നല്ലേ. നല്ല സ്മെല്ല് ഇപ്പം തന്നെ, പച്ചനെ തന്നെ നല്ല സ്മെല്ല് വരുന്നുണ്ട്. അത് ചിക്കൻ 65നും അങ്ങനെയല്ല, നമ്മൾ വെളിച്ചെണ്ണയിലേക്ക് എണ്ണയിലേക്ക് ഇടുമ്പോഴേ നല്ല സ്മെല്ലായിരുന്നു അല്ലേ. ഇനി അവിടെ കിടന്ന് ഒന്ന് ഇതായി കഴിയുമ്പം കുറയ്ക്കും കേട്ടോ ഫ്ലെയിം. വെന്ത് വരണ്ടേ, അതാ മീഡിയത്തിലേക്ക് ആക്കിയിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് മറിച്ചിടാനുണ്ട് കുറച്ച് കഴിയുമ്പോൾ.
അങ്ങനെ ഞങ്ങൾ ദേ മറുവശം തിരിച്ചിട്ട് ഇത് ഞാൻ എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ചേർത്ത് ഇട്ടുകൊണ്ട് ദേ ഇങ്ങനെ ഒരേ പീസായിട്ടാട്ടോ ജോയിൻ്റ് ആയിപ്പോയിതേ ഇങ്ങനെ. അത് നമുക്ക് വറുത്ത് കഴിയുമ്പോൾ കോരിയിട്ട് അടർത്തിയെടുക്കാം കേട്ടോ. അത് ശരിക്കും വിട്ട് കിടക്കുവാണെങ്കിൽ മാറി കിടന്നേനെ. ചിലതൊക്കെ അതേ അങ്ങനെയുണ്ട്. അത് നമ്മളങ്ങനെ ചേർത്ത് വെച്ച് പിന്നെ ആ മുട്ടയുടെ കുറച്ച് ഗ്രേവി ഉണ്ടായിരുന്നെങ്കിൽ മീര അങ്ങ് തളിച്ചു കൊടുത്തില്ല. അപ്പോൾ ഒന്നിച്ചങ്ങ് ചേർന്നതാട്ടോ. അത് നമുക്ക് അടർത്തി കാണിക്കാം. ഇനി ഈ വശവും കൂടെ ഇതേപോലത്തെ കളറായി കഴിയുമ്പോൾ നമുക്ക് ഓഫ് ചെയ്ത് കോരാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കി അതിൻ്റെ പരിപാടി ചെയ്യാം കേട്ടോ. അങ്ങനെ നമ്മുടെ ഞാൻ ഗ്യാസ് ഓഫ് ചെയ്യുവാണ്. പ്രോൺസ് ഫ്രൈ ചെയ്തത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ ഒരു പ്രാവശ്യം പറഞ്ഞായിരുന്നു ഞാനിങ്ങനെ ഇത് ചെയ്തുകൊണ്ട് അതിൻ്റെ ഈ കോട്ടിങ് എല്ലാം കൂടെ ഒന്നിച്ചങ്ങ് ചേർന്ന് പോയി മുട്ടി ഇട്ടുകൊണ്ട്. അത് നമുക്ക് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ എണ്ണയൊക്കെ വാർന്ന് കഴിയുമ്പോൾ അടർത്തി കാണിക്കാം കേട്ടോ. കൈ കൊണ്ടങ്ങ് അടർത്തി എടുത്താൽ അത് വിട്ടു പോകുന്നുള്ളൂ. ആ കോട്ടിങ് അങ്ങനെ മുട്ടയുടെ കോട്ടിങ് ആയതുകൊണ്ട് അതങ്ങനെ. ഇത് ഞാൻ ഇവിടെ എണ്ണ വാരാനായിട്ട് വേറൊരു കയ്യിലേക്ക് വെച്ചേച്ച് ബാക്കി കോരിയെടുക്കാം. ഇതിങ്ങനെ ഇങ്ങോട്ട് വെക്കാം. അപ്പം നമ്മൾ ചെമ്മീൻ വറുത്തെടുത്തു. ആ ഓയിലിൽ തന്നെ ഒരു ഡെക്കറേഷന് വേണ്ടി 2 പച്ചമുളക്, അതായത് നമ്മുടെ പച്ചമുളക്, ഒന്ന് പച്ചയും ഒന്ന് പഴുത്തത്. അപ്പം അത് ഓയിലിലേക്ക് ഇടുക. ഇച്ചിരി കറിവേപ്പിലയും കൂടെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്ത് കോരുക. എന്നിട്ട് അതിൻ്റെ മീതെ വിതറുക കേട്ടോ. അപ്പം ഇതൊന്ന് ചൂടായിക്കോട്ടെ. ഇതൊന്ന് മറിച്ചിട്ട് കഴിഞ്ഞിട്ട് കറിവേപ്പില പെട്ടെന്ന് ആവുമല്ലോ. നമുക്ക് ചെയ്യാം. അങ്ങനെ നമുക്ക് അത് കഴിഞ്ഞ് അത് കഴിക്കാം. നല്ല ടേസ്റ്റ് ആട്ടോ. നല്ല ടേസ്റ്റിയാ. ഞാനത് ഓരോന്നേ അടർത്തി. ഇപ്പം ആരെങ്കിലും ചെയ്യണവർ ഒരു കാര്യം ചെയ്താൽ മതി. ചെയ്യുമ്പോൾ പാത്രം ഇച്ചിരി ചെറുതാണെങ്കിൽ നമ്മൾ വിട്ട് 2 ട്രിപ്പായിട്ട് വറുത്തെടുത്താൽ മതി. അല്ലെങ്കിൽ പിന്നെ വറുത്തേച്ച് ഇതുപോലെ മാറ്റിയിടുക. മുട്ടയുടെ കോട്ടിങ് ഉള്ളതുകൊണ്ടാണ് ഒട്ടിപ്പിടിച്ച് പോണത്. അല്ലെങ്കിൽ പിന്നെ ആ വിഷയം ഉണ്ടാവില്ലായിരുന്നു. നമ്മൾ അങ്ങനെ ഒരു പറ്റി ഞങ്ങളുടെ. പക്ഷെ അടർത്തി എടുത്തു ഞങ്ങൾ. ടേസ്റ്റ് ഈസ് വെരി ഗുഡ്. അത് പറയാതിരിക്കാൻ പറ്റില്ല. ഇപ്പോൾ ഒന്നും ചെയ്യാനില്ല. വേപ്പില അതിലേക്ക് ഇട്ടു നമുക്കങ്ങ് കോരിയെടുക്കാം. ജസ്റ്റ് ഒന്ന് ഇതായി കഴിഞ്ഞാൽ മതി. തീരെ ഡീപ് ഫ്രൈ ആവണ്ട. അതിൻ്റെ മീരെ ഒരു ഡെക്കറേഷന് വേണ്ടി ഞാൻ വെക്കാനുള്ളതല്ലേ. അപ്പോൾ നമുക്ക് ഇങ്ങനെ കോരിയെടുക്കാവേ. ഇത് മതി. ആ എണ്ണ തന്നെ അങ്ങ് യൂസ് ചെയ്ത് പിന്നെ പരമാവധി. ഇനിയിപ്പോൾ ഈ എണ്ണ ഒന്നിനും യൂസ് ചെയ്യാൻ പറ്റില്ല. പിന്നെ മീൻ മറക്കാനും ഒന്നുമില്ല. തന്നെയല്ല സൺഫ്ലവർ ഓയിലല്ലേ നമ്മൾ മീൻ മറക്കണതും അങ്ങനെയുള്ളതൊക്കെ ചെയ്യുന്നത് വെളിച്ചെണ്ണയിലല്ലേ. അപ്പോൾ പിന്നെ നമുക്ക് വേറെ ഒന്നും ചെയ്യാനില്ല. ഇനി ഇതിപ്പോൾ കളയാനേ പറ്റുള്ളൂ. അത് അനുസരിച്ചായിരുന്നു എണ്ണ ഒഴിച്ചോളൂ. ഇനി നമുക്കിതിൻ്റെ മീതെ എണ്ണ വാർന്നു കഴിഞ്ഞാൽ ഡെക്കറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ സോസ് ചേർക്കണമെന്നുള്ളവർക്ക് സോസ് ചേർക്കാം. ഒരു സ്വല്പം നാരങ്ങാനീര് പിഴിഞ്ഞാട്ടോ ഇത് കഴിക്കണത്. അതാണ് അതിൻ്റെ കോമ്പിനേഷൻ. അപ്പം നമുക്കൊരു നാരങ്ങയും കട്ട് ചെയ്ത് വെക്കാം. എന്നിട്ട് എല്ലാവരും അപ്പയൊക്കെ വന്നു കഴിയുമ്പോൾ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ പുറത്തേക്ക് പോകാം. എന്നിട്ട് അഭിപ്രായങ്ങളൊക്കെ ഒന്ന് പറയൂ കേട്ടോ. ഞാനിതിലേക്ക് വെക്കാം. ഈ ടിഷ്യൂവിൽ തന്നെ വെക്കാം. നാരങ്ങ ഇതിലേക്ക് വെച്ചു. നാരങ്ങ ഞാൻ കഴിക്കാൻ നേരത്തെ പിഴിഞ്ഞെടുത്താൽ മതിയല്ലോ. 2 പീസ് വെച്ചിട്ടുള്ളൂ. അത് മതിയാവും നാരങ്ങ. പിന്നെ നമ്മുടെ തനതായ പച്ചമുളക്. സ്വല്പം വേപ്പിലുണ്ട്. മീതെ അങ്ങ് തൂവാ അല്ലേ. നല്ല ഭംഗിയുണ്ട്. അതുപോലെ ടേസ്റ്റും ഉണ്ട്. അയ്യോ ഞാനൊരു കാര്യം കാണിക്കാൻ മറന്നു. ഇതേ അടർത്തി എടുത്തത് അത് കാണിക്കാൻ മറന്നു പോയില്ലേ. പീസുകളായിട്ട് അടർത്തിയായിരുന്നു. എല്ലാം പീസായിട്ട് അടർത്തി എടുത്തത്. തണുത്ത് കഴിയുമ്പോൾ അത് അടർത്തതിന് കുഴപ്പമില്ല. ഞാൻ പറഞ്ഞില്ലേ ചൂടോടുകൂടി നമുക്ക് പറ്റില്ല. അതെ എല്ലാം പീസാക്കി എടുത്ത്. അപ്പം നല്ല യമ്മി ഡിഷാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. സ്റ്റാർട്ടറൊക്കെ ആയിട്ട് ഉപയോഗിക്കാൻ വളരെ നല്ല ഡിഷാണ്. തീർച്ചയായിട്ടും ട്രൈ ചെയ്യാം. ട്രൈ ചെയ്തിട്ട് അഭിപ്രായം താഴെ കമന്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത്. അതുപോലെ ചാനൽ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. എല്ലാവരും കണ്ടടിച്ച് പോവാന്ന് എനിക്ക് തോന്നുന്നു. ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും പുതിയ ഇതായിട്ട് കാണുന്ന ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളെ ഹെൽപ്പ് ചെയ്യണം. അപ്പം അങ്ങനെയൊക്കെ ചെയ്യുക. പിന്നെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ ഒരു പ്രാവശ്യമൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതെ. പിന്നെ മറ്റൊരു ബ്യൂട്ടിഫുൾ ഡിഷായിട്ട് വീണ്ടും കാണുമായിരിക്കും. ബൈ ബൈ.